പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് എക്സാം ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ അവർ സ്കൂളിൽ പോയപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാ രാവിലെ 9 മണിയായപ്പോൾ നല്ല വെയിലുണ്ട് അത്യാവശ്യം. എന്നാൽ ഇപ്പോൾ വൈകിട്ട് ഇപ്പം മഴയാണല്ലോ, അപ്പോൾ ഈ വെയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് പിന്നെ എൻ്റെ കറിവേപ്പിലയാണ് കേട്ടോ, ഇത് കുറച്ച് തൈ ഇങ്ങനെ താനേ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു തണ്ട് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് ഇതാ കിച്ചണിൽ വന്നു. അപ്പോൾ കിച്ചണൊക്കെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പുറത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും പപ്പടവും ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് മക്കളൊക്കെ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതാ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ ഇന്ന് റൈസ് കുക്കറിൽ ചോറൊക്കെ തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും ഞാൻ ചോറൊക്കെ വയ്ക്കുന്നത്. ചിലപ്പോൾ വിറകടുപ്പിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സാധാ കുക്കറിൽ അല്ലെങ്കിൽ റൈസ് കുക്കറിൽ അങ്ങനെയൊക്കെ വയ്ക്കും. അപ്പോൾ ഇന്ന് റൈസ് കുക്കറിൽ വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ കിട്ടിയതാണ്, ഏട്ടൻ്റെ അമ്മ വാങ്ങിച്ച് തന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ഈ ചക്ക എത്ര ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചാൽ പിറ്റേന്നാകുമ്പോൾ അത് കേടായിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എങ്ങനെയാണ് കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് അറിയാമെന്നുള്ളവരൊന്ന് പറയണേ. അപ്പോൾ ഇനി എൻ്റെ ഫ്രിഡ്ജിൻ്റെ കുഴപ്പമാണോ ചക്കയുടെ കുഴപ്പമാണോ ഞാൻ കട്ട് ചെയ്ത് വയ്ക്കണം എന്താണ് കുഴപ്പമാണോ എന്ന് അറിഞ്ഞൂടാ. തലേ ദിവസം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വയ്ക്കും, പക്ഷേ പിറ്റേന്നാകുമ്പോൾ അത് എന്തോ പോലെ ഇരിക്കും. അപ്പം ഞാനിന്ന് ഒരു സിപ്ലോ കവറിലൊക്കെ ആക്കി വെച്ച് അപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി. പക്ഷേ കുഴപ്പമില്ല എന്നേ ഉള്ളൂ, എന്നാലും നല്ല ഫ്രഷ് ആയിട്ട് ചക്ക കിട്ടുന്നില്ല. അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ തലേ ദിവസം ഇല്ലെങ്കിൽ ചക്ക വേവിച്ച് വെക്കും അരിഞ്ഞ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചക്ക തലേ ദിവസം കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അറിയാമെന്നുള്ളവർ എങ്ങനെയാണ് ഫ്രഷ് ആയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നുണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കും അതൊരു ഉപകാരമാവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ചക്കയ്ക്ക് ഞാൻ കുക്കറിൽ ഉപ്പും മഞ്ഞളൊക്കെ വെച്ച് വേവാൻ വെച്ചു. അപ്പോൾ ഇന്ന് അമ്മിയൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഒത്തിരി നാളായി ഇങ്ങനെ കുറേ നാളായി ഇങ്ങനെ ഇത് അരയ്ക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ട് ഏട്ടനുമായിട്ട് അമ്മിയൊക്കെ വാങ്ങിച്ച്. അപ്പോൾ വാങ്ങിച്ച് 2 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ടാ പിന്നെ വീണ്ടും അങ്ങ് വെച്ച. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുപോലെ ചക്ക നമ്മുടെ ഇനിയിപ്പോൾ ചക്ക സീസണൊക്കെ ആയില്ല, പിന്നെ ഇനിയിപ്പോൾ സ്കൂള് വെക്കേഷൻ ആയപ്പോൾ പിന്നെ പെട്ടെന്ന് ധൃതിയൊന്നുമില്ലല്ലോ. അപ്പോൾ തോരന് അവിയലിനൊക്കെ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാമല്ലോ. അപ്പോൾ ഞാനിത് അപ്പുറത്ത് വർക്ക് ഏരിയയിലാണ് ഈ അമ്മി ഇട്ടിരിക്കണം. നമ്മൾ ഇപ്പോൾ ചില ആൾക്കാരിങ്ങനെ പറയുമല്ലോ അടുപ്പും അമ്മിയും ഒരുമിച്ചിട്ടുകൂടാന്ന്, എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ അടുപ്പിരിക്കണതുകൊണ്ട് അപ്പുറത്ത് വെച്ച് ഇപ്പം ഞാനിന്ന് ചക്കയ്ക്കൊക്കെ അരയ്ക്കാൻ വേണ്ടി ഇനി നമുക്ക് ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ട് വച്ചതാണ് കേട്ടോ. ചക്ക കുക്കറിൽ വെച്ചതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഒക്കെ ആയിട്ടൊന്ന് വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചക്ക വെന്തപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഈ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് പുളിയുള്ള കറികളും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ചക്കയുടെ കുഴച്ച് കഴിക്കാൻ. അപ്പോൾ ഒന്നീ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ വയ്ക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ ഇരുമ്പം പുളി, നമ്മൾ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ പുളിഞ്ചിക്ക എന്നൊക്കെ പറയും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കിന്ന് പുളിഞ്ചിക്ക ഉള്ളത് കൊണ്ട് ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മൺചട്ടിയിൽ വേവാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ പുളിയുള്ള ഐറ്റമൊക്കെ മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാൻ പിന്നെ മീനിനുള്ള അരപ്പൊക്കെ ഒന്ന് അരച്ചെടുത്ത് തേങ്ങ അരച്ചാണ് ഞാൻ എന്നും വയ്ക്കുന്നത്. അതുകൊണ്ട് തേങ്ങയൊക്കെ ചേർത്ത് മസാലയെല്ലാം അരച്ച് മാറ്റി വെച്ച്. അപ്പോൾ ഇതാ മീൻ കിട്ടിയത് നമ്മളിവിടെ കണ്ണൻ കൊഴിയാള എന്ന് പറയും കേട്ടോ. ഇതിൻ്റെ കണ്ണ് വലുതായിട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പം ഞങ്ങളെ ഈ സ്ഥലത്ത് ഇങ്ങനെ മീൻ വരാറില്ല കേട്ടോ. കുറച്ച് നാൾ മുമ്പ് വരും. ഇപ്പം മുകളിൽ ഏട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ വരും. അപ്പം അമ്മയും അച്ഛനും ആരെങ്കിലും വാങ്ങിച്ചു തരും, ഇല്ലെങ്കിൽ ഏട്ടൻ വരുന്ന വഴിക്ക് കാണുന്നെങ്കിൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെയാണ് ഞങ്ങളിവിടെ മീൻ വാങ്ങുന്നത്. ഇവിടെ ഒത്തിരി വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മീൻ ഒത്തിരി ഇങ്ങനെ ഇതുവഴി വരാറില്ല. എന്നാൽ പക്ഷേ നമുക്ക് മീനിന് വലിയ ബുദ്ധിമുട്ടുമില്ല, എവിടെ നിന്നായാലും വാങ്ങിക്കുമല്ലോ. അങ്ങനെ കിട്ടി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കറി വയ്ക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം മൺചട്ടിയൊക്കെ ഇതാ വച്ചു. ഇപ്പോൾ എനിക്ക് അധികം ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ നമ്മൾ കാണുമല്ലോ മീൻ കറി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി വെള്ളത്തിൽ വയ്ക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. നല്ല കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അത് മസാലയൊക്കെ അരച്ചത് ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് പിന്നെ നമ്മുടെ കയ്യിൽ മാങ്ങയോ ഇതുപോലെ പുളിഞ്ചിക്കയോ തക്കാളിയോ മുരിങ്ങയ്ക്കോ എന്തുണ്ടെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ മുളകും കറിവേപ്പിലയും ഇരുമ്പൻ പുളി ഉണ്ടല്ലോ അതൊക്കെ ഇട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ പുളിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ.
അപ്പോൾ ഈ സീസണിലൊക്കെ മാക്സിമം ഞാനും പുളിയൊക്കെ കുറച്ച് അരച്ചിട്ട് ഇതുപോലെ പച്ചമാങ്ങയും ഇതുപോലുള്ള ഇരുമ്പം പുളിയൊക്കെ കിട്ടുകയാണല്ലോ, സമയമാണല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ടാണ് മീൻ കറി വെക്കുന്നത്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച മീനൊക്കെ ഒന്ന് അതിലേക്കിട്ടൊന്ന് ഇനി വേവിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഇതായി ചക്കയൊക്കെ വെന്ത് പാകത്തിന് ഇരിക്കണം കേട്ടോ. ഈ ചക്കയൊക്കെ ഒന്ന് ഉടച്ച് എടുക്കുക. അപ്പം മീൻ റെഡിയായി. അപ്പോൾ നമ്മൾ ചക്കയ്ക്ക് ഇവിടെ ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ ഇതുപോലെ തടിയിലുള്ള സ്പൂൺ ഇട്ടാണ് ഒന്ന് ഇളക്കി എടുക്കുന്നത് കേട്ടോ. ഇല്ലാതെ വേറെ സംഭവമൊന്നും ഞങ്ങളെ വീട്ടിലില്ല. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ഇളക്കി ഉടച്ചെടുക്കും. കപ്പയായാലും മരിച്ചിനായാലും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരുമ്പും പുളിക്കുള്ളതെല്ലാം വെന്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് ഇനി അരപ്പൊക്കെ അരച്ച് ചേർക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഇവിടെ പുളിയും കൂടെ ഉള്ളതുകൊണ്ട് ചക്കയും പുളിയും മീൻകറിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് തന്നെ വെച്ചത്. വേറെ പച്ചക്കറിയൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ചക്കയും മരിച്ചിനിയൊക്കെ ഉള്ള ദിവസം പച്ചക്കറി അധികം വയ്ക്കാറില്ല. ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലാണെങ്കിൽ ഇത് വേവിക്കാം. പക്ഷേ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വേവിക്കുന്നതാണ് നല്ലത്, പെട്ടെന്നായി കിട്ടും. അതിനുള്ള അരപ്പ് തേങ്ങയും ജീരകമൊക്കെ ചെറിയ ഉള്ളിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അരച്ച് അത് ഒഴിച്ച് ഇനി അതൊന്ന് ചൂടാകുമ്പോൾ ഇറക്കി വയ്ക്കുക. പിന്നെ കുറച്ച് കടുകും കൂടെ താളിച്ചൊഴിക്കുമ്പോൾ കറി റെഡിയായി. അപ്പോൾ നമ്മൾ ഏകദേശമുള്ള ജോലികളൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാനിട്ട തക്കാളി അച്ചാറാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. നമ്മൾ പുളിഞ്ചിക്ക വെച്ചിട്ടുള്ള ഒഴിച്ചുകറി, ചക്ക ഉടച്ചത്, പിന്നെ മീൻ. അപ്പോൾ അതെല്ലാം ആയി. പിന്നെ സമയമൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എനിക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട്. നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ തലേ ദിവസം ചക്കയൊക്കെ അരിഞ്ഞ് പിന്നെ തേങ്ങയൊക്കെ ചിരുവി വെച്ചതുകൊണ്ട് പെട്ടെന്നായി കിട്ടും. ഒരു അരമണിക്കൂറായപ്പോൾ തന്നെ എനിക്ക് ആ പാചകമെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ തലേ ദിവസം കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. നമ്മളിതുപോലെ എന്തെങ്കിലും ടി വി ആണേ അപ്പോൾ വൈകുന്നേരം എന്തായാലും നമ്മൾ കുറച്ച് സമയം എല്ലാവരും ഫ്രീ ആയിരിക്കും. വീട്ടമ്മമാരുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് തിരക്കായിരിക്കും കേട്ടോ വൈകിട്ടായാലും. അപ്പോൾ അവരതനുസരിച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ഇതുപോലെ വൈകുന്നേരമൊക്കെ ഇതുപോലെ അരിഞ്ഞ് തേങ്ങയൊക്കെ തിരുവി വയ്ക്കുകയാണെങ്കിൽ അത്രയും ജോലി നമുക്ക് പകലിൽ എളുപ്പമായിരിക്കും. അപ്പം ഞാനങ്ങനെ ഇതുപോലെയൊക്കെ ഇരുന്ന് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വൈകുന്നേരം എല്ലാം ആക്കി വയ്ക്കും. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു. പിന്നെ നമ്മുടെ അമ്മിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അങ്ങ് വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിക്കും കേട്ടോ. ഇനി അടുത്ത് ഉപയോഗിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇപ്പോൾ വ്യൂസൊക്കെ ഒത്തിരി കുറവാണ്. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ടായിരിക്കും. ഷോർട്സാണ് ഞാൻ കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. ഷോർട്സ് ഇടുമ്പോൾ വൈറലാവുമല്ലോ എന്ന് വിചാരിച്ച് ഷോർട്സ് ഇട്ട്. അപ്പോൾ അത് ഇപ്പോൾ വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്മിയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് അത് മാറ്റി വെച്ച് ഇനി ലാസ്റ്റ് നമ്മുടെ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അടുക്കളയിലെ ജോലിയെല്ലാം തീർന്നു. ഇനി നമ്മൾക്ക് വൈകുന്നേരമുള്ള പാചകവും ചായ കുടിക്കാനൊക്കെ കയറിയാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കഴിക്കാനിരിക്കുകയാണെങ്കിൽ ഒരു സമാധാനമുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച പാത്രം മാത്രം കഴുകി വെച്ചിട്ട് അവിടെ ഇരിക്കാമല്ലോ, ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ സമാധാനത്തോടെ ഫുഡ് കഴിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ മക്കളൊക്കെ വന്നു കേട്ടോ. 12:30 ആകുമ്പോൾ മോൻ വരും, പിന്നെ 1:30 ആകുമ്പോൾ മോള് വരും. അപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ എടുത്തു. നമ്മുടെ ചോറും ചക്കയും നമ്മളെ തക്കാളി കൊണ്ടുള്ള അച്ചാറും പിന്നെ നല്ല പുളിയുള്ള ഒഴിച്ചുകറിയാണ് കേട്ടോ. അടിപൊളി കറിയാണ്. നമ്മളെ ചക്കയും പുളിയുള്ള കറിയും കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മീൻ കറി എടുത്തിട്ടുണ്ട്. ഞാൻ മീൻ കറിയിൽ ഇനി നോക്കണത് നമ്മളെ പുളിഞ്ചിക്ക കട്ട് ചെയ്തിട്ടതും മാങ്ങയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലേ. അതൊക്കെ ഒന്ന് നോക്കിയെടുക്കണം കേട്ടോ. അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം എടുത്തു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നല്ല മഴക്കോളുണ്ട്, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.